ഓക്കെ വെയിറ്റ്, അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ വായിച്ചിട്ട് നേരെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയി തെളിവിടിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വൺ പീസ് എൻ്റെ ഫേവററ്റ് അനിമയാണ്. ഞാൻ മാങ്ക 3 to 4 times ഫുൾ ഹോൾ കേക്ക് കാലണ്ടർ വരെ വായിച്ചിട്ടുണ്ട്. ഞാൻ ആനിമയെ പോലെ അറ്റ്ലീസ്റ്റ് ട്വൈസ് കണ്ടിട്ടുണ്ട്, ഫില്ലേഴ്സ് അവോയ്ഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം ഞാൻ അത്ര വലിയ വൺ പീസ് ഫാനാണ്. ആൻഡ് വൺ പീസ് ഫാൻസ് തന്നെ പറയും വൺ പീസ് പെർഫെക്റ്റ് അല്ല, ഒന്നും ഒരിക്കലും പെർഫെക്റ്റ് അല്ല. ആൻഡ് വൺ പീസിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ആസ്പെക്റ്റാണ് ഫേക്ക് ഔട്ട് ഡെത്ത്സ്. Hi everyone, welcome back to the channel. It's me Apuzan and നമ്മൾ ഫേക്ക് ഔട്ട് ഡെത്ത്സിനെ പറ്റി സംസാരിക്കാൻ പോകാം. കുറേ കാലമല്ലേ ഈ മോന്തിയും പിന്നെ പണ്ടത്തെ ഇൻട്രോ കണ്ടിട്ട്. ബട്ട് സോ ഫേക്ക് ഔട്ട് ഡെത്ത്സ് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ നമുക്ക് ആലബാസ്റ്റിലോട്ട് ചിന്തിക്കാം. ഒരു നൂക്ക് പൊട്ടിത്തെറിക്കാൻ പോവാം. ആൻഡ് സ്ട്രോ ഹാസിനോ വിവിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ആ സമയത്ത് പെൽ വരും. ആൻഡ് പെൽ പറയും ഓക്കെ ഞാൻ ഈ ന്യൂക്ക് ആകാശത്തോട്ട് കൊണ്ട് പോവാം, സോ പൊട്ടിത്തെറിച്ചാൽ ആരും മരിക്കില്ല. സോ അങ്ങനെ പെൽ സാക്രിഫൈസ് ചെയ്യാം അവൻ്റെ ലൈഫ് ന്യൂക്ക് പൊട്ടിത്തെറിച്ചിട്ട് വേറെ ആൾക്കാരെ കൊല്ലാണ്ടിരിക്കുക. അതായിരുന്നു ഞാൻ പറയുക ഇഫ് പെൽ സർവൈവ് ചെയ്തില്ല. ആൻഡ് പെല്ലിന് ലൈക്ക് ഒരു പെർമനൻറ്റ് ഇഞ്ചറി പോലും ഉണ്ടായില്ല. സോ ഞാൻ വെറുതെ വിഷമിച്ചു ആ സമയത്ത്. ആ സമയത്ത് I was like, oh, Pell is a real one. He sacrificed himself for the country and Vivi. But no, he didn't. സോ അങ്ങനത്തെ ഇൻസ്റ്റൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഞാൻ പറയുന്നില്ല വൺ പീസ് എല്ലാ ക്യാരക്ടേഴ്സും മരിക്കണം എന്നൊന്നും, അതല്ല എൻ്റെ ഉദ്ദേശം. നമുക്ക് JJK സീസൺ 3 ഇപ്പം വേണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ക്യാരക്ടേഴ്സിനെ വെറുതെ ഡൈ ചെയ്യുന്ന പോലെ കാണിക്കുമെന്ന് ജസ്റ്റ് ഒരു ഇമോഷണൽ ആസ്പെക്റ്റിന്. ഇത് വൺ പീസിൽ കുറേ നടക്കുന്നുണ്ട്. ബട്ട് നമുക്ക് ഈ വീഡിയോനായിട്ട് 2 എടുക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ്. സോ വാനോ ദ വൺ ഓഫ് ദ മോസ്റ്റ് റീസെൻറ്റ് ആർക്ക് ദ തീർന്നേ. ഇതിൽ കുറേ ഫേക്ക് ഔട്ട് ഡെത്ത്സ് ഉണ്ടായിരുന്നു. എനിമീസിൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നു, നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാനോരൊരു ക്യാരക്ടർ ഉണ്ട് ഹു ഈസ് അൺകില്ലബിൾ. ആൻഡ് അത് കൈഡോ അല്ല, ഇറ്റ്സ് ആക്ച്വലി കിനമോൺ. ബിക്കോസ് നിങ്ങൾ മനസ്സിലാക്കണം, കിനമോൺ ഒരു തണ്ടർബാഗോ ഡയറക്റ്റ്ലി എടുത്തിട്ട് സർവൈവ് ചെയ്തു. യുനോ ആ തണ്ടർബാഗോ ലൂഫീൻ്റെ മേത്ത് എന്താ ചെയ്തതെന്ന്? അതും സാധാരണ ലൂഫീൻ്റെ അല്ല, ഗിയർ 4 ബൗണ്ട് മാൻ ലൂഫിനെ 1 ഹിറ്റിൽ നോക്കൗട്ട് ചെയ്ത മൂവ് ആണ് കിനമോണിൻ്റെ മേത്ത് ഉപയോഗിച്ചത്. കിനമോൺ മരിച്ചില്ല. സോ അതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ കിനമോണിന് അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ മോർ ദാൻ ഗിയർ 4 ലൂഫിൻ്റെ അതേ ടഫ്നെസ് ഉണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഇതേപോലെ തന്നെ കിനമോൺ ലൈക്ക് 3 പ്രാവശ്യം എന്തോ വാനൽ ചത്ത പോലെ ഉണ്ട്, ബട്ട് ഹി സർവൈവ്ഡ്. സോ എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. ദിസ് ഇസ് മൈ മോസ്റ്റ് ഹേറ്റഡ് തിങ്. ഞാൻ കിനമോൺ മരിക്കണമെന്ന് അറിയില്ല, ജസ്റ്റ് അങ്ങനെ ഫേക്ക് ഔട്ട് ഡെത്ത് എന്തിനാ കാണിക്കുന്നേ? ഇറ്റ്സ് ജസ്റ്റ് സോ അനോയിങ്. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി നമുക്ക് വേറൊരു ക്യാരക്ടർ എടുത്ത് പോവാം. ഇപ്പോൾ ഹോൾ കേക്കാരൻ നമ്മൾ പൗണ്ടിനെ പരിചയപ്പെടുന്നുണ്ട്. ആൻഡ് പൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ലോലേൻ്റെ അച്ഛനാണ്. ബട്ട് ലോലയ്ക്ക് ഈ കാര്യം അറിയില്ല. സോ ലോല എന്ന് പറയുകയാണെങ്കിൽ ബേജിൻ്റെ വൈഫാണ്. സോ ഒരു സമയത്ത് ബെയ്ജും അവരുടെ ക്രൂവും ഓൾമോസ്റ്റ് മരിക്കാൻ പോകുന്ന ഒരു പോലൊരു സിറ്റുവേഷൻ ആവും. ലൈക്ക് മരിക്കാൻ എല്ലാവർക്കും ഒരു എസ്കേപ്പ് ഇല്ലാത്ത സിറ്റുവേഷൻ. അവരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ആൻഡ് പൗണ്ട് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യും, വിച്ച് അവനെ ഡിസ്ട്രാക്റ്റ് ആയിട്ട് അവർ രക്ഷപ്പെടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓവൻ ഈസ് വെരി മാഡ് അറ്റ് ഹിം. ആൻഡ് അവൻ പൗണ്ടറിനെ കൊല്ലാൻ പോവുക. ആൻഡ് അവൻ്റെ വെപ്പണിൽ തീയൊക്കെ ആക്കിയിട്ട് പൗണ്ടറെ പോയി അറ്റാക്ക് ചെയ്യും. ഇറ്റ്സ് വെരി സാഡ്. പൗണ്ട് അവൻ്റെ ഗ്രാൻഡ് സണും ആൻഡ് അവൻ്റെ ചൈൽഡിനുമായിട്ട് അവൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു. അതായിരുന്നു നമ്മൾ നടക്കണ്ടേ, ബട്ട് ഹീസ് ഫൈൻ. ആ അറ്റാക്ക്, ആ സോഡിൽ തീ കത്തിച്ചുകൊണ്ട് അവനെ വെട്ടിയിട്ട് ഹീസ് ഫൈൻ. ഓണസ്റ്റ്ലി ഓവൻ ഇത്ര വീക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ഒരു ഫാൻറ്റസി വേൾഡാണ് ശരി, ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ പറഞ്ഞല്ലോ, തണ്ടർബാഗോ ലൂഫിനെ ഹിറ്റ് ചെയ്തതും കിനോമോണിനെ ഹിറ്റ് ചെയ്തതും എന്താ ഇപ്പോൾ മെയിൻ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ അത് ജസ്റ്റ് വെറും 2 എക്സാമ്പിളായിരുന്നു ഫർ അലോട്ട്. ആൻഡ് നിങ്ങൾക്ക് തന്നെ കുറേ എണ്ണപ്പോൾ ഓർത്ത് വരുന്നുണ്ടാവും. സോ അത് കമൻസിലിടും. ആൻഡ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് അവേ ഫ്രം ആക്ച്വൽ ഇമോഷണൽ മൊമെൻറ്റ്സ്. ഇപ്പോൾ ചില ക്യാരക്ടേഴ്സിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിരിക്കും, അവർ ആക്ച്വലി മരിച്ചോ ഓർ. ആൻഡ് ഓഡസാൻ ലൈക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ, എന്തോ അവന് ക്യാരക്ടേഴ്സിനെ കൊല്ലുന്ന ഇഷ്ടമല്ല എന്തായിരുന്നു, ലൈക്ക് സം റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡസാൻ്റെ സ്റ്റോറിയാണ്. സോ ഓഡസാൻ അങ്ങനത്തെ ഡിഷ് ഉണ്ടാക്കുക. ബട്ട് ഇങ്ങനെ ഫേക്ക് ഇമോഷണൽ മൂമെൻറ്റ്സ് ഉണ്ടാക്കുന്നത് ഇസ് വെരി ചീപ്പ് എൻ്റെ അഭിപ്രായത്തിൽ. സോ അതാണ് എൻ്റെ വൺ പീസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ്. ഇതൊരു വലിയ റാൻറ്റ് വീഡിയോ ആയി. ബട്ട് എനിക്ക് തോന്നുന്ന കൂടുതൽ ആൾക്കാർ എന്നോട് എഗ്രി ചെയ്യും. ഐ സ്റ്റിൽ ലവ് വൺ പീസ് ലൈക്ക് സോ മച്ച്. ഞാൻ എല്ലാ ആഴ്ചയും ഒരു 5-6 വർഷമായിട്ട് ഞാൻ എല്ലാ ആഴ്ചയും മാങ്ക ഇറങ്ങുമ്പോൾ വായിക്കുന്നൊരു മാങ്കയാണിത്. മാങ്ക ഇറങ്ങുമ്പോൾ വായിക്കുന്ന മാങ്കയാണിത്. യെസ്, ബട്ട് നിങ്ങൾക്ക് മനസ്സിലാണ് അത്ര ഇഷ്ടമുള്ളൊരു ഇതാണ്. സോ ഇതൊരു മിസ്റ്റേക്ക് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും, എൻ്റെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ. ബട്ട് എന്താ, എനിക്ക് ഈ വീഡിയോ അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.